ഷുഗറിനെ കുറയ്ക്കുകയും ഷുഗറിനെ മാറ്റുകയും ചെയ്യുന്ന ഷുഗർ റിവേഴ്സ് ഫുഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണെന്നറിയാം. ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം എന്ന് പറയാം. ഇത് ബാക്ടീരിയയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പല മരുന്നുകൾ കഴിച്ചാൽ നമ്മളുടെ പ്രമേഹം ഫലപ്രദമായിട്ട് കുറയുകയും മാറുകയും ചെയ്യാത്തത്. അപ്പോൾ പ്രമേഹത്തെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്നതിൽ ആഹാരത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം. ഫുഡ് ക്യാൻ ഹീലിംഗ്, ഫുഡ് ക്യാൻ കില്ലിംഗ് എന്ന് പറയും. ആഹാരമാണ് നമ്മുടെ രക്ഷകൻ, ആഹാരമാണ് നമ്മളുടെ അന്തകൻ. ഇവിടെ നമ്മുടെ ശരീരം യോജിക്കാത്ത ആഹാരക്രമം നമ്മളെ അന്തകനായിട്ട് തീരെ ചെയ്തത്. അപ്പൊ അതിന് രക്ഷകനായിട്ട് മാറണം. അതിന് എങ്ങനെയുള്ള ആഹാരക്രമത്തിലേക്ക് വരണം, ഇതാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഒന്ന്, നമ്മളുടെ ആഹാരം എപ്പോഴും ഒരു ലോ കാർബ് ഫുഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മീഡിയം കാർബ് ഫുഡ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുന്നതാണ് ഈ രോഗത്തിന്റെ കാരണം. അപ്പോൾ നമ്മളുടെ പാൻക്രിയാസിന്റെ വർക്കിംഗ് ലോഡ് കൂടും, അതിന്റെ ഉൽപാദനക്ഷമത കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ കിട്ടാതെ വരും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിച്ചാൽ നമ്മളെ പാൻക്രിയാസിന്റെ വർക്കിംഗ് ലോഡ് കുറയും, അതിലെ ബീറ്റാ സെല്ലുകളിലെ ഉൽപാദനക്ഷമത നമുക്ക് പടിപടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്, നമ്മളുടെ ആഹാരം എപ്പോഴും ഒരു റിച്ച് ഫൈബർ ആയിരിക്കണം. കാരണം ഫൈബർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവും, അതുപോലെ ഗട്ടിലെ പലതരത്തിലുള്ള ഉദര രോഗങ്ങൾക്ക് കാരണമായി തീരും. ഇത് പ്രമേഹമുള്ളവർക്കൊക്കെ ഇത്തരം പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഫൈബർ എന്ന് പറഞ്ഞൊരു ഫില്ലിംഗ് മെറ്റീരിയലാണ്. അപ്പൊ നമുക്ക് കുറച്ച് ആഹാരം കഴിച്ചാൽ ഇത് വയറിൽ നിറഞ്ഞു തോന്നലുണ്ടാവും. പക്ഷെ ഫൈബർ കുറഞ്ഞ ആഹാരം കഴിച്ചാൽ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് നിറഞ്ഞു തോന്നല, പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റൊന്ന്, ഒരു പ്രത്യേകത, ഈ ഗട്ടിലെ ബാക്ടീരിയ ഒക്കെ വളരുന്നത് ഈ ഫൈബറിലാണ്. ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്, നമ്മളുടെ ആഹാരത്തിന് വേണ്ടത് അത് റിച്ച് പ്രോട്ടീൻ ആയിരിക്കണം. പ്രമേഹമുള്ള 50% പേർക്കും അകാരണമായിട്ടുള്ള ശരീരഭാരം കുറയലും മസിൽ ശോഷിപ്പ് വരുന്നുണ്ട്. സാർക്കോപ്പീനിയ എന്ന് പറയും. മസിൽ കുറഞ്ഞു വരിക, വെയിറ്റ് കുറഞ്ഞു വരിക, ക്ഷീണിച്ചു വരിക, തളർച്ച, അതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് പ്രോട്ടീൻ ആഹാരത്തെ കൂടണം. അതുകൊണ്ടുള്ള ഒരു ഗുണം, പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ഇൻസുലിന്റെ ആവശ്യമില്ല. പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും നമ്മുടെ ഇന്ധനമാണ്, നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യം ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഘടകമാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റിന് മാത്രമേ ഈ ഇൻസുലിന്റെ ആവശ്യമുള്ളൂ. പ്രോട്ടീൻ കുറച്ച് കൂടിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഷുഗർ കൂടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രോട്ടീന്റെ അളവ് നമ്മൾ കുറച്ച് ആഹാരത്തിൽ കൂട്ടണം. 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീനും കഴിക്കണം. നിങ്ങൾക്ക് 60 കിലോ, നിങ്ങൾ 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. 90% പേര് കഴിക്കണില്ല എന്നുള്ള സത്യം. ആ പ്രോട്ടീൻ കുറച്ച് കൂട്ടുവാണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പലതും നമുക്ക് പരിഹരിച്ച് എടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മളുടെ ആഹാരം സ്ലോ ഡൈജഷൻ ആയിരിക്കണം. സ്ലോ ഡൈജഷൻ എന്താ ഗുണം? സാവധാനമാണ് നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച ബ്ലഡിലേക്ക് ഷുഗർ കയറുന്നതെങ്കിൽ പാങ്ക്രിയാസിന് അല്പാൽപ്പം ഇൻസുലിൻ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ നമ്മളുടെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ലുകള് പൊതുവെ പ്രൊഡക്റ്റിവിറ്റി കുറവായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ സാവധാനമാണ് ബ്ലഡിൽ ഷുഗർ കയറണമെങ്കിൽ ഒരിക്കലും ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാവില്ല, പെട്ടെന്ന് ഷുഗർ കൂടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്ലോ ഡൈജഷൻ ആയിരിക്കണം. സ്ലോ ഡൈജഷന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമുക്കിങ്ങനെ വയറിൽ ഇങ്ങനെ ദഹിക്കും, വിശപ്പ് വരാത്തത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കില്ല. അപ്പൊ ടോട്ടൽ ആഹാരത്തിന്റെ അളവ് കുറയും, ഷുഗറിന്റെ അളവ് കുറയും, അമിതമായ ശരീരഭാരം ഉണ്ടാവുന്നത് നമുക്ക് ഒരു പരിധിയിൽ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂട്ടോൺ ഫ്രീ ആയിരിക്കണം. ഗ്ലൂട്ടോൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ വലിയൊരു വിഷയമാണത്. കാരണം അത് ഇപ്പൊ ഗോതമ്പിൽ കാണുന്ന ഘടകമാണ് ഗ്ലൂട്ടോൺ. ഗോതമ്പിലും ഗോതമ്പ് ഉൽപ്പന്നങ്ങളിലും അത് നമ്മളുടെ പാൻക്രിയാസിലെ പാൻക്രിയാസിന്റെ തന്നെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു, മന്ദീഭവിപ്പിക്കുന്ന പറഞ്ഞത്. മറ്റൊന്ന്, തൈറോയിഡിന് കാരണമായി തീരും. തുമ്മല്, ജലദോഷം, ശ്വാസം മുട്ട്, ഇതുപോലെ പല പ്രശ്നത്തിനും കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് അത് കുറയണത് ആവശ്യമാണ്. അതുകൊണ്ട് ഗോതമ്പ് ഉൽപ്പന്നങ്ങളും ആകുന്നത്ര ആഹാരത്തിന് ഒഴിവാക്കുകയാണ് നല്ലത്. മറ്റൊന്നൊരു ബാലൻസ് ഡയറ്റിലേക്ക് വരണം. അതായത് സമീകരണ ആഹാരത്തിലേക്ക് വരണം. നമ്മൾ പലപ്പോഴും നമ്മളുടെ ആഹാരത്തില് ഈ ആവശ്യത്തിനുള്ള പോഷകാംശം ഇല്ലാത്തതാണ് ഈ ഷുഗറിന്റെ കാരണം. നമ്മൾ വിചാരിക്കുന്ന പോലെ കൂടുതൽ ചോറിനോട് ചപ്പാത്തി നേട്ടം മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത്. കാരണം നമ്മളെ പിറ്റ്യൂട്ടറി ആയാലും അതുപോലെ തൈറോയിഡ് ആയാലും പാൻക്രിയാസ് ആയാലും ഈ അന്തർഗ്രന്ഥി വ്യവസ്ഥ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്ന അതിനാവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടണം. അതിന് പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഘടകങ്ങളെല്ലാം വേണം. ഇത് പലരുടെ ആഹാരത്തിൽ ഇല്ല. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്, പോഷക ദാരിദ്ര്യമാണ് ഇതിന്റെ കാരണം. കാർബോഹൈഡ്രേറ്റ് കൊണ്ട് വേണം, മറ്റൊന്നും ഇല്ലാതെയും വരും.
അപ്പൊ ഒരു ബാലൻസ് ഡയറ്റിലേക്ക് വരണം. നമ്മളിപ്പോ ഈ ചാമയത്തിന് റാഗിയോ അല്ലെങ്കിൽ ഓട്സോ ചോറോ ചപ്പാത്തിയോ ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഐഡിയൽ ആയിട്ടൊരു സമീകൃതമായിട്ടുള്ളൊരു ആഹാര വ്യവസ്ഥയിലേക്ക് വരണം. അപ്പോൾ നമ്മളിലെ പാൻക്രിയാസിന്റെ പ്രവർത്തനം വീണ്ടും ഉത്തേജിപ്പിക്കാനും ഇൻസുലിൻ ഉൽപാദനം നമുക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു സമീകൃതമായിട്ടുള്ള ആഹാര വ്യവസ്ഥയിലേക്കും വരണം. അപ്പൊ ഇത്തരം ഒരു ഫുഡ് ആണ് പ്രമേഹമുള്ളവർ കഴിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഇത് നടക്കുന്ന കാര്യമാണ് സാറെന്ന് ചോദിക്കും. ശരിയാണ്. ഒരു സാധാരണ ആൾക്ക് എല്ലാം സംഘടിപ്പിച്ച് ഇതിന് പ്രത്യേക റേഷ്യോയിലാണ്. ചുമ്മാ നമ്മൾ ചാമയോ തീനോ കഴിച്ചാൽ നമ്മുടെ ഷുഗർ മാറാൻ പോകുന്നില്ല. അതൊരു ശരിയായ റേഷ്യോയില് അനുപാതത്തിൽ ചെയ്തുള്ള ഒരു ഫുഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത്തരം ഒരു ഫുഡാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഉത്പാദിപ്പിച്ചിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സ്. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ലോ കാർബായിട്ടുള്ള ഫുഡുകളാണ് ഇന്നത്തെ മില്ലറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മുളപ്പിച്ച ചെറുപയർ, മുതിര തുടങ്ങി ഉലുവ തുടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡാണിത്. ഇത് റിച്ച് പ്രോട്ടീൻ ആണ്, റിച്ച് ഫൈബർ ആണ്, ഗ്ലൂട്ടോൺ ഫ്രീ ആണ്, ലോ കാർബാണ്, സമീകൃതമാണ്, ഒരു കംപ്ലീറ്റ് ഫുഡാണ്. വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെയും, ഷുഗർ വന്ന പലർക്കും പുറത്തുനിന്ന് കാലിന് പെരുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ പലർക്കും നെറ്റിനോപ്പതി, കണ്ണിന്റെ കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയാക് ഡിസീസ്, കൊളസ്ട്രോള്, പിന്നെ ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, ലൈംഗിക ശേഷി കുറവ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ ഒരു 10-15 രോഗങ്ങൾ പതുക്കെ വരാം. ഇത്തരം രോഗങ്ങളെയും നമുക്ക് കുറച്ചുകൊണ്ടാൻ സാധിക്കും. കാരണം ഈ രോഗങ്ങളുടെയും കാരണം ഈ ബ്ലഡിലെ ഉയർന്ന ഷുഗറാണ്. അപ്പൊ അതിനെ കൂടി നമുക്ക് അഡ്രസ് ചെയ്യാൻ ഈ ആഹാരം കൊണ്ട് സാധിക്കും. 100 കണക്കിന് ആളുകൾ ഈ ഫുഡ് കഴിച്ച് ഷുഗർ അനുബന്ധ രോഗങ്ങളും കുറഞ്ഞ സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ ചികിത്സാ ചെലവ് ഒട്ടേറെ ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, വളരെ ഈസിയാണ് പാചകം ചെയ്ത് കഴിക്കാൻ. അപ്പൊ ഞാൻ നിങ്ങൾ ഈ ഷുഗർ റിവേഴ്സ് ഫുഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഈ 9774444326 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. സാധനം വീട്ടിൽ വരും. അന്നേരം പൈസ കൊടുത്ത് മേടിച്ചാൽ മതി. അങ്ങനെ ഈ ഷുഗർ എന്ന സൈലന്റ് കില്ലറിൽ നിന്ന് മരുന്ന് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കരുത്. ശരിയായ ഡയറ്റിലേക്കും കൂടി വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.